വന്ധ്യതയ്ക്ക് പുരുഷനും സ്ത്രീയും തുല്യ പങ്കാളികളാണെന്ന് പറഞ്ഞല്ലോ ഡോക്ടർ. അപ്പോൾ എന്താണ് പുരുഷന് വന്ധ്യത ഉണ്ടാവാനുള്ള കാരണങ്ങൾ? ഓക്കെ പുരുഷ വന്ധ്യത പറയുന്നതിന് മുമ്പ് ഈ ബീജങ്ങൾ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത് വൃഷണങ്ങളിലാണ്. നമുക്ക് 2 വൃഷണങ്ങളാണ് അറിയാലോ. അതുപോലെ തന്നെ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ബീജം പുറന്തള്ളുന്നത് മൂത്രനാളി വഴിയാണ്. അപ്പോൾ പ്രശ്നങ്ങൾ ലൈക്ക് ബീജം ഉൽപാദനത്തിലുള്ള പ്രശ്നങ്ങളോ അല്ലെങ്കിൽ പുറന്തള്ളാനുള്ള പ്രോബ്ലങ്ങളോ ആണ് പുരുഷ വന്ധ്യതയ്ക്ക് കാരണം. ചില മനുഷ്യരിൽ ഒട്ടും ബീജാണുക്കൾ കാണാറില്ല. ഇത്തരം കണ്ടീഷനെ നമ്മൾ ആസ്ട്രോസ്പെർമിയ എന്ന് പറയുന്നു. ഡോക്ടർ, എന്താണ് വാരിക്കോസീൽ? ഓക്കെ, വൃഷണങ്ങളിലെ രക്തോട്ടത്തിലെ ഒരു വൈകല്യമാണ് വാരിക്കോസീൽ. ഇവിടെ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ സിരകളിലെ രക്തോട്ടം മന്ദീഭവിക്കുകയും രക്തം ഒരു മുഴ പോലെയായി തീരുകയും ചെയ്യുന്നു. സിരകൾ വലുതായി. ഇതുകൊണ്ട് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? തീർച്ചയായിട്ടും. ഇതുകൊണ്ട് ഇത് ബീജോത്പാദനത്തിനെ സാരമായി ബാധിച്ചേക്കാം. അപ്പൊ ഇതിനൊരു പ്രതിവിധി ഇല്ലേ? ഇതിന് പ്രതിവിധി ഇപ്പൊ ബീജോത്പാദനത്തിനെ സാരമായി ബാധിച്ചിട്ടുണ്ടെങ്കിൽ വാരിക്കോസിലെക്ടമി എന്ന ഓപ്പറേഷനിലൂടെ ഇത് മാറ്റാവുന്നതാണ്.